ആരോണിക്കണ്ട ഞങ്ങളൊക്കെ എളിമയുള്ള ആൾക്കാരാ. ഈ സിനിമ would have been my ബാഹുബലി. Fingers crossed ഈ സിനിമ നന്നായി വരും. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്, പക്ഷെ പടം പൊട്ടും. എനിക്ക് ബോറടിച്ചില്ല ഈ സിനിമ കണ്ടിട്ട്. ഈ പയ്യത് എന്തൊരു പടച്ചുവിട്ടേക്കണ ഈ പയ്യൻ. നിങ്ങളുടെ കാശ് ചെലവാക്കി പോയത് എന്തിനായിരുന്നു എന്നുള്ളൊരു തോട്ട് ഇതിൽ എന്തായാലും വരത്തില്ല. ഒരു കംബാക്ക് തന്നെ പറയാം. നല്ല പടം, അടി കനിപ്പ് പടം. ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു പടം, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കൊള്ളാം, നൈസായിട്ടുണ്ട്. നടീനടന്മാരൊക്കെ ഒന്ന് ബാറ്റിംഗ് തീറ്റയ്ക്കുള്ളൊക്കെ മേടിച്ചോ. അത് എനിക്ക് അതിനെ പറ്റി ഊഹിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. എന്തായാലും എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. ഇദ്ദേഹത്തിന്റെ സിനിമ എനിക്ക് പേഴ്സണലി ഭയങ്കര രസാ. അപ്പന്റെ ഫാനാണല്ലേ? മലങ്കൾട്ട് ഈസ് മലങ്കൾട്ട്, പ്യുവർ മലങ്കൾട്ട്. അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. അതിലൊരു ഒരു എണ്ണം പറഞ്ഞ മലങ്കൾട്ടാണിത്. I can guarantee you won't get bored. അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റുന്നു. മാധവ് സുരേഷിനെ കിട്ടിയിട്ട് ഇതിൽ അദ്ദേഹത്തിന് മാക്സിമം ഡയലോഗ്സ് കുറച്ച് കൊടുത്ത ഡയറക്ടർ ബ്രില്യൻസ് ഉണ്ട്. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. ആണുങ്ങളെ പോലെ അടിക്കണോ, കെട്ടഴിച്ചിട്ട് അടിക്കണോ, ഇതാണോടാ ഓണത്തും. ഞാൻ എന്നിട്ട് പെർഫോം ചെയ്ത പിന്നെ അവര് ചുമ്മാ ഓരോ കുറ്റം ഉണ്ടാക്കി പറയും. 7-8 ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നല്ല കഴിവുള്ള പോയനാ. ഇവൻ അടിച്ചങ്ങ് ചോര പിശു കളി. അവസാനം എല്ലാരും കൂടി എന്നെ പൊക്കി എടുത്തോണ്ട് പോവുകയായിരുന്നു. അതാണ് കുറെ മലങ്കൾട്ട് മൊമെന്റ്സാ. ഒരാളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത് ബന്ധുക്കളും സ്വന്തം നാട്ടുകാരുമാണെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. Like I said, ഈ സിനിമയെ പറ്റി നെക്സ്റ്റ് ഒരു 1 വീക്കിൽ പല അപ്ഡേറ്റ്സും തരുന്നതായിരിക്കും. എന്റെ പൊന്നോ വേണ്ട പറയുമ്പോ ഫീൽ ചെയ്യരുത്. നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. ചേച്ചി എന്റെ പാഷൻ മാവനെ കൊണ്ട് അതിനൊന്നും ആവൂലെന്നേ.